എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ പുതിയതായി റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റ് മലയാളം മൂവിയാണ് ഭരതനാട്യം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടം. സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമ്മൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണദാസ് മുരളി അണിയിച്ചൊരുക്കിയ ഒരു ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രമാണ് മോഹിനിയാട്ടം. ഭരതൻ നായർക്ക് മറ്റൊരു ഭാര്യയും കുടുംബവും ഉണ്ടെന്ന സത്യം പുറത്തുവരുന്നതും തുടർന്നുണ്ടായ രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സൈജു കുറുപ്പിന്റെ 150ാമത് ചിത്രമായ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സും തോമസ് തിരുവല്ല ഫിലിംസും ചേർന്നാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് വെറും 6 കോടി രൂപ മാത്രമാണ്. എന്നാൽ ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 38 കോടി 24 ലക്ഷമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി വുമൻ ആർമി. 2024 റിലീസ് ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസും ഷഹീൻ സിദ്ദിഖുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലറായ വുമൻ ആർമിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിസാറാണ്. മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമ്പന്നനായ ഒരു വ്യക്തിയും ഇദ്ദേഹത്തിന്റെ പണം തട്ടിയെടുക്കാനെത്തുന്ന മറ്റൊരാളും തമ്മിലുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാള മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 8 മുതൽ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് കർത്തവ്യ. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ് കർത്തവ്യ. ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച് പുൽകിത് സംവിധാനം ചെയ്ത ഈ സീരീസിൽ സെയ്ഫ് അലി ഖാനെ കൂടാതെ രസിക ദുഗൽ, സഞ്ജയ് മിശ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് സ്പൈഡർ നോയർ. ഒരു സൂപ്പർ ഹീറോ സീരീസ് ആണ് സ്പൈഡർ നോയർ. സാധാരണ സ്പൈഡർമാൻ കഥകളിൽ നിന്നും വ്യത്യസ്തമായി 1930 ന്യൂയോർക്ക് നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ മെയ് 27 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് സിറ്റാഡൽ. പ്രിയങ്ക ചോപ്രയും റിച്ചാർഡ് മഡനും പ്രധാന വേഷങ്ങളെത്തുന്ന പ്രശസ്തമായ ഒരു സ്പൈ ത്രില്ലർ സീരീസ് ആണ് സിറ്റാഡൽ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മെയ് 6 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണംസ്. 6 കസിൻസിന്റെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളുടെയും നീളുന്ന ഒരു രസകരമായ കഥയാണിത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രണയത്തിനുമാണ് ഈ സീരീസിൽ പ്രാധാന്യം നൽകുന്നത്. കസിൻസ് ആൻഡ് കല്യാണംസ് ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. 2026 മെയ് 22 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിതു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുരളി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പകോപമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവ് ആണ്. സിനിമ തിയേറ്ററിൽ റിലീസായതിനു ശേഷം 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും OTTയിൽ റിലീസാവുക. അങ്ങനെയാണെങ്കിൽ മെയ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കുറച്ചുപേർ പള്ളിച്ചട്ടമ്പിയുടെ OTT അപ്ഡേറ്റിനെ കുറിച്ച് നിരന്തരമായി ചോദിക്കുന്നതിനുള്ള മറുപടിയായിട്ടാണ് ഇത്. ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനെത്തിയ ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡ്രാമ ഫിലിമാണല്ലോ പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് ഒരു മാസ് ലുക്കിലാണ് ഈ ചിത്രത്തിലെത്തുന്നത്. 1950കളിലെ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതവും പോരാട്ടവുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ ചിത്രം 2026 ഏപ്രിൽ 15-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആരും തന്നെ ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി 2026 മെയ് മാസത്തോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഒരു തമിഴ് വെബ് സീരീസ് ആണ് എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെയും മത്സര പരീക്ഷകളിലെയും അഴിമതികളെ പ്രമേയമാക്കി ദേശീയ പുരസ്കാര ജേതാവ് A. സർഗുണം സംവിധാനം ചെയ്ത ഈ സീരീസിൽ തുഷാര വിജയൻ, അതിഥി ബാലൻ, അബ്ബാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. 2026 മെയ് 15 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. തമിഴ് മൂവിയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി, SJ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. ഈ മൂവിയുടെ ബഡ്ജറ്റ് 60 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 51 കോടിയുമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്.